വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോനകത്ത് ബ്രെയിൻ ജിമ്മാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്രെയിൻ ജിമ്മിൽ നമ്മൾ ആഡ് 1 ആഡ് 2 ഒക്കെ ചെയ്തതുപോലെ തന്നെ ലെസ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് വൺ ലെസ് 1. അപ്പോൾ 100 നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ലെസ് 1 നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആഡ് 1 ചെയ്തതുപോലെ തന്നെയാണ് ലെസ് 1ഉം ചെയ്യാനായിട്ടുള്ളത്. രണ്ട് സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സ്മോൾ ഫ്രണ്ടിൻ്റെ സെയിം ബിഗ് ഫ്രണ്ടിൻ്റെ. ഓക്കെ, സ്മോൾ ഫ്രണ്ടിൽ എങ്ങനെയായിരുന്നു? ലെസ് 1 ഈക്വൽ ടു ലെസ് 5 ആഡ് 4 ആയിരുന്നു. എന്നാൽ നമ്മുടെ ബിഗ് ഫ്രണ്ടിൽ എങ്ങനെയാണ്? ലെസ് 10 ആഡ് 9 അല്ലേ? ലെസ് 1 ഈക്വൽ ടു ലെസ് 10 ആഡ് 9. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണേ. 100 നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് 1 ആണല്ലേ ലെസ് ചെയ്യാനുള്ളത്. 1 ലെസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൺസിൻ്റെ ലൈനിലാണ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാനായിട്ട് സ്മോൾ ഫ്രണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് സ്മോൾ ഫ്രണ്ട് ആഡ് ആയത് കിടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്മോൾ ഫ്രണ്ടല്ല ബിഗ് ഫ്രണ്ടിലെ സ്ട്രാറ്റജി തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? വൺസിൻ്റെ ലൈന് നോക്കി. വൺസിൻ്റെ ലൈനിൽ ചെയ്യാൻ പോവുകയാണ്. ലെസ് 1. ലെസ് 1 ഈക്വൽ ടു ലെസ് 10 ആഡ് 9 ആണല്ലേ? ലെസ് 10 ആഡ് 9. ആഡ് 9 നമുക്കിവിടെ എടുക്കാൻ കഴിഞ്ഞു. ലെസ് 10 നമ്മൾ ഈ ലൈനിലായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ലെസ് 10 നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇല്ലല്ലോ, ലെസ് 10 നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. സോ നമ്മൾ ലെസ് 10 എടുക്കാനായിട്ട് അടുത്ത സ്ട്രാറ്റജി യൂസ് ചെയ്യാണ്. ലെസ് 10 എടുക്കാനായിട്ട് നമ്മൾ അടുത്ത സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ലെസ് 1 ചെയ്തിരുന്നത് ലെസ് 10 ആഡ് 9 ആയിരുന്നു അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും യൂസ് ചെയ്യേണ്ടത്. അതിൽ റോഡുകൾ ഇങ്ങനെ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നേ ഉള്ളൂ, നമ്മളൊരു 0 ഇങ്ങനെ കൂടി വരുന്നതേ ഉള്ളൂ. ലെസ് 10 ആഡ് 9 ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ലെസ് 10 ആഡ് 9. പക്ഷേ ഈ ലൈനിലായതുകൊണ്ട്, ഈ ബി ഡി ലൈനിലായതുകൊണ്ട്, ഈ റോഡിനകത്തായതുകൊണ്ട് എന്തായി? ലെസ് 100 ഈ റോഡിലാണ് 9 വരേണ്ടത് അല്ലേ? അല്ല, 9 ബീഡ്സിന് ഈ റോഡിലായതുകൊണ്ട് 19 എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ലെസ് 100 ആഡ് 19. അപ്പം നമ്മൾ 100ൽ നിന്ന് 1 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 99. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ തിങ്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ലെസ് ചെയ്യാൻ പോവുകയാണേ. ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1. ഇനി ലെസ് 1 ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലെസ് 5 ആഡ് 4. ഓക്കെ, ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1. ഇനി ലെസ് 1 ചെയ്യാനായിട്ട് ലെസ് 10 ആഡ് 9. Then less 1 less 1 less 1 less 1 less 5 add 4. Then less 1 less 1 less 1 less 1 less 10 add 9. Less 1 less 1 less 1 less 1 less 5 add 4 less 1 less 1 less 1 less 1 less 10 add 9. Again less 1 less 1 less 1 less 1 less 5 add 4 less 1 less 1 less 1 less 1. Then less 10 add 9. Less 1 less 1 less 1 less 1 less 5 add 4 less 1 less 1 less 1 less 1. 50 ആയി മാറിയേ. ഇനി 50ന്ന് ലെസ് 1 ചെയ്യണം. എങ്ങനെയായിരുന്നു? ലെസ് 10 ഈ ലൈനിൽ ലെസ് 10 ആഡ് 9 ആയിരുന്നു. നമുക്ക് ആഡ് 9 ചെയ്യാൻ പറ്റും. ലെസ് 10 നമുക്കിത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലെസ് 10 ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാം സ്മോൾ ഫ്രണ്ടിലെ ലെസ് 1 ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ ഈ ലൈനിൽ എങ്ങനെ ചെയ്തിരുന്നത്? ലെസ് 1 ചെയ്യാനായിട്ട് ലെസ് 5 ആഡ് 4 ആയിരുന്നു. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ ടെൻസിൻ്റെ ലൈനിലും ചെയ്യേണ്ടത്. അപ്പം ടെൻസിൻ്റെ ലൈനിൽ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെസ് 15 ആഡ് 40 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? ലെസ് 5 ആഡ് 4. ഈ ലൈനാകുമ്പോൾ ലെസ് 15 ആഡ് 14 ആവും. എന്നാൽ ഈ ലൈനിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴോ ലെസ് 500 ആഡ് 400. എന്നാൽ ഈ ലൈനിലാവുമ്പോഴോ
ലെസ് 5000 ആഡ് 4000. അങ്ങനെ നമ്മളിങ്ങനെ റോഡുകൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ സീറോയിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരും. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റേത് പഠിച്ചതുപോലെ തന്നെയാണ്. ഇങ്ങോട്ട് മാറുമ്പോൾ ഒരു സീറോ കൂടും, ഇതിനകത്തും കുറച്ചിങ്ങനെ കൂടി വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ചെയ്തു. ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 5 ആഡ് 4 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 ദെൻ ലെസ് 10 ആഡ് 9 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 5 ആഡ് 4 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 10 ആഡ് 9 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 5 ആഡ് 4 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 10 ആഡ് 9. ഓക്കെ, ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 5 ആഡ് 4 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 10 ആഡ് 9 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 5 ആഡ് 4 ലെസ് 1 ലെസ് 1 ലെസ് 1 ലെസ് 1 0. എത്തിയത് കണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ ഇത് സീറോയിൽ എത്തിയത് എന്നുള്ളത്? ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ, എല്ലാം ക്ലിയർ ആയല്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യവും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്കുള്ള ആ ഒരു പ്രോബ്ലത്തിനുള്ള ഏതൊരു പ്രോബ്ലത്തിനുള്ളൊരു നമുക്കത് സോൾവ് ചെയ്യാനുള്ളൊരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിനോട് ശ്രമിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു 2-3 തവണയൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കത്തും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്കിനി വരാം. അപ്പം ഓക്കെ, ബൈ.